ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് സേമിയയും എഗ്ഗും വെച്ചൊരു ഉപ്പുമാവുമായിട്ടാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്സായും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുണ്ടാക്കാനായി ഒരു കപ്പ് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയാണ്. അതൊരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇത് റോസ്റ്റ് ആയതുകൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ചൂടായാൽ മതി. ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. പിന്നീട് സ്റ്റൗ మీద ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. സേമിയ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അരിപ്പയിലേക്ക് അരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. പിന്നീട് സ്റ്റൗ మీద ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് മുട്ടയാണ്, അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പൊടിയായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ പൊടിയായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. അതേ പാൻ തന്നെ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പിട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ്, ചെറുതായി കൊത്തിയരിഞ്ഞതാണ്, ഇതിട്ട് കൊടുക്കാം. പിന്നീട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞതാണ്, ഇതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി എല്ലാം ചെറുതായി കത്തിയരിഞ്ഞതാണ്, എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് സേമിയയും എഗ്ഗും വെച്ച് ഒരു ഉപ്പുമാവാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കുവാനും. ഇതൊന്ന് റോസ്റ്റായി വരണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീടൊരു 3 അല്ലി വെളുത്തുള്ളിയാണ്, ഒരു കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില, പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് വെള്ളം വാരാൻ വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റ് പാകമാണോ എന്ന് നമുക്ക് നോക്കാം. പിന്നീട് റോസ്റ്റ് ചെയ്ത് വെച്ച മുട്ടയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് ഇതുപോലെ ദം ചെയ്ത് വെച്ച് ഇതുപോലെ അമർത്തി കൊടുത്ത് നമുക്കൊന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇത് മൂടി തുറന്ന് നോക്കാം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ച മല്ലിയിലയാണ്, അതുകൂടി തൂവിക്കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലായിടവും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാനും. സേമിയയും എഗ്ഗും ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റായും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമുക്കിതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സർവ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്. ഒരു ചെറുനാരങ്ങ മുറിച്ചെടുത്തിട്ടുള്ളതാണ് പകുതി, അതുകൂടി അതിൻ്റെ നീര് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നല്ല പുളിരസവും നെയ്യുടെ മണവും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതാണ്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.